പുതുക്കൽ കഴിഞ്ഞാൽ, ഫസ്റ്റ് പുതുക്കൽ കഴിഞ്ഞാൽ, പച്ച പേപ്പർ കഴിഞ്ഞാൽ നീല പേപ്പർ വരുമല്ലോ. അപ്പോൾ നീല പേപ്പർ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ക്ലാസ്സുകളെല്ലാം സെയിം. പുതുക്കലിന് പുതിയ ക്ലാസ്സുകളില്ല, പഴയ ക്ലാസ്സുകൾ തന്നെയാണ് ആൾക്കാർ കേൾക്കുന്നത്. ആ ക്ലാസ്സുകൾ ആൾക്കാർക്ക് മനഃപ്പാഠമാണ്. അപ്പം അതുകൊണ്ട് ചില ആൾക്കാർ പുതുക്കൽ വെള്ള പേപ്പർ, അതുപോലെ തന്നെ നീല പേപ്പർ കഴിഞ്ഞിട്ട് വെള്ള പേപ്പർ, സിൽവർ ഗ്രേ വരെ ഉണ്ട്. അങ്ങനെ ഉടമ്പടി ജീവിക്കുന്ന, ഉടമ്പടി ഒരു ജീവിത ശൈലിയായിട്ടും ഉടമ്പടി ഒരു സ്വഭാവവും ഉടമ്പടി ഒരു സ്വത്വം ആയിട്ടും പിന്നെ ഉടമ്പടി ഒരു സ്വഭാവമായിട്ടും പിന്നെ ഉടമ്പടി ഒരു സമ്പ്രദായമായിട്ടും ഉടമ്പടി ഒരു സംസ്കാരമായിട്ടും ഒക്കെ ഇങ്ങനെ ആചരിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ന് കൂടുതലാണ്. ശരിക്കും ഉടമ്പടി ഒരു സംസ്കാരമാണ്. ഉടമ്പടി ജീവിതം എന്ന് പറയണത് ആത്മീയമായ ഒരു, ഈ കാലത്ത് ഏറ്റവും ശക്തമായ അടിവേരുകളുള്ള, പതറാത്ത, പ്രതിസന്ധികൾ പതറാതെ പ്രാർത്ഥനയിൽ പ്രത്യാശയോടെ പോകുന്ന, സന്തോഷത്തോടെ നൽകുന്ന സാഹചര്യങ്ങൾക്ക്, അത് പ്രതികൂലമോ അനുകൂലമായ സാക്ഷ്യങ്ങൾക്ക്, അനുഭവങ്ങൾക്ക് സാക്ഷ്യമായിട്ട് ജീവിക്കുന്ന വലിയ ആഴമുള്ള ഒരു ആധ്യാത്മികതയുടെ ഉടമയുള്ള ആൾക്കാരാണ് ഉടമ്പടി സംസ്കാരമായിട്ട് പോകുന്നവർ. അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങളുടെ ഒരു പ്രഖ്യാപിത നിലപാട് ഇതാണ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ പുതുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ അവിടുത്തെ പുതുക്കലിൻ്റെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യും. പിന്നെ നിങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഉടമ്പടിയിലെ അപ്ഡേഷൻസാണ് നോക്കേണ്ടത്. ഉടമ്പടിയിലെ അപ്ഡേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഉടമ്പടിയിലും, ഉടമ്പടി ഇങ്ങനെ ദൈവാനുഭവത്തിന് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഉടമ്പടി ശരിക്കും ഇങ്ങനെ ഓരോ ദിവസവും ജനങ്ങളുടെ പുതിയ പുതിയ ദൈവാനുഭവങ്ങളിലൂടെ ഉടമ്പടി ജീവിതം ഇങ്ങനെ പുതിയ ആധ്യാത്മിക സാധ്യതകൾ നൽകിക്കൊണ്ട് വളരെ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഓൾറെഡി അച്ഛൻ്റെ അപ്ഡേഷൻസ് കേൾക്കുന്നുണ്ടല്ലോ, എല്ലാ ചൊവ്വാഴ്ചയിലുമുള്ള ധ്യാനങ്ങൾ കൂടുന്നുണ്ടല്ലോ. അതാണ് എൻ്റെ അപ്ഡേഷൻസ് എന്ന് പറയണത്. ഇനിയിപ്പോഴേ പച്ച പേപ്പർ നീലയിലേക്ക് പുതുക്കാൻ നേരത്ത് ഇനിയിപ്പോൾ ക്ലാസ്സില്ല. ക്ലാസ്സിന് പകരം കൗൺസിലേഴ്സ് ഇരുന്ന് നിങ്ങളുടെ ഒക്കെ 40 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ 40 ക്വസ്റ്റ്യൻസും ഉടമ്പടി ധ്യാനത്തെ ബേസ് ചെയ്തായിരിക്കും. അപ്പം നിങ്ങൾ ഉടമ്പടി ധ്യാനം പഠിച്ചിരിക്കണം. അതാണ് എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. ഉടമ്പടി ധ്യാനം പഠിച്ചിരിക്കണം. ഓരോ ദിവസവും ഓരോ ടോപ്പിക്കാണ് ധ്യാനം. ഒന്നും പരസ്പരം ചിലപ്പോൾ ഒരു ആവർത്തിക്കപ്പെടത്തില്ല. എല്ലാം പുതിയ സബ്ജക്റ്റുകളാണ്. ഈ ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു സംഭവം, അതായത് ഒരു സാക്ഷ്യ വിചാരണ നമ്മൾ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു സാക്ഷ്യം എന്ന് പറയണത്, കുറേ സാക്ഷ്യങ്ങളുണ്ട്, അതിലൊരു ഏറ്റവും നല്ല സാക്ഷ്യങ്ങളിൽ ഒന്ന് ഈ കൊച്ചുത്രേസ്യ വർഗീസ്, അവരുടെ നടുവട്ടം, നമ്മളുടെ എറണാകുളം അങ്കമാലി രൂപതയിലുള്ള നടുവട്ടം ഇടവകയിൽ കൊച്ചുത്രേസ്യ വർഗീസ്, അവർ ഒരു 65-70 പ്രായമുള്ള അമ്മച്ചിയാണ്. നമ്മൾ 65 വയസ്സുകാർക്ക് സാധാരണഗതിയിൽ ഉടമ്പടി എടുക്കാൻ അനുവദിക്കത്തില്ല. കാര്യം അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യത്തില്ല എന്നുള്ള ഞങ്ങളുടെ ഒരു ധാരണയോ തെറ്റിദ്ധാരണയോ ആണ്. പക്ഷേ ചില 65 വയസ്സുകാരൊക്കെ ഇടിവെട്ട് പ്രവർത്തനമുള്ളവർ. അപ്പം ഞങ്ങൾക്ക് അവരെ കാണുമ്പോൾ അറിയാം. അപ്പോൾ നമുക്കറിയാം അവർ ചെയ്യും എന്നറിയാം. എങ്കിൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി ചെയ്തോളാൻ പറയും. ചില കാണുമ്പോൾ തന്നെ അറിയാം അവരിത് നടക്കത്തില്ല, ചുമ്മാ പേരക്കിടാങ്ങൾക്ക് വേണ്ടി പേരക്കിടാങ്ങളോ അല്ലെങ്കിൽ മക്കളോ ഇവരെ ഉന്തിത്തള്ളി വിട്ടിരിക്കുകയാണ്. മക്കൾക്കും പേരക്കിടാങ്ങൾക്കും വന്ന് ഉടമ്പടി എടുക്കാൻ കഴിയുകയില്ല, കാര്യം കൈപൊള്ളുന്ന പരിപാടിയാണല്ലോ. അതുകൊണ്ട് ഇവരെ കരുവാക്കി ഇവരെ ഉന്തിത്തള്ളി വിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വേട്ടാമൃഗങ്ങളെ കാണുമ്പോഴും ഞങ്ങൾക്കറിയാം ഇത് വേറെ ആൾക്കാരുടെ ഇരകളാണ്, ഇവരെ ഉടമ്പടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആർക്കോ വേണ്ടി ഒപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ ഞങ്ങൾ റിജക്റ്റ് ചെയ്ത് കളയും. അതിലൊക്കെ അധികാരം കൗൺസിലേഴ്സിനും അവിടെ ഓഫീസിലിരിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാനത് ഇടപെടത്തിലേക്ക് ആൾക്കാരെ കാണുമ്പോൾ തന്നെ അവർക്കറിയാം. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് സത്യസന്ധതയുടെ ഒരു പ്രാർത്ഥനയാണ്. സത്യസന്ധത ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ വെളുക്കാൻ തേക്കണത് പാണ്ടാകും.
അത് ഉറപ്പായിട്ടും ആകും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിനെ ഇങ്ങനെ ഒരു സാക്ഷ്യം, ഇപ്പോൾ കൊച്ചു തെരേസ്യ വർഗീസിൻ്റെ സാക്ഷ്യം എന്താണ് എൻ്റെ മനസ്സിനെ കുലുക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഭയങ്കര റിമോട്ട് കൺട്രോൾ ഇരുന്നു കൊണ്ട്, അതായത് ഇറ്റലിയിൽ നിന്ന് ചെക്കോസ്ലോവാക്യയ്ക്ക് പോകേണ്ട ഒരു മകളെ, അവൾക്ക് അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഇരുന്നുകൊണ്ട് റിമോട്ടിൽ കൺട്രോൾ ചെയ്യണ കാണാം. ഈ പ്രേയർ നമ്മൾ ദൈവവുമായിട്ട് നല്ല ബന്ധമായി കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി അതിൻ്റെ സാക്ഷാൽ വിശ്വരൂപം കാണിക്കും. നിങ്ങൾ പറയുന്ന പല സാക്ഷ്യങ്ങളും ഉടമ്പടിയിൽ 50% താഴെ ആൾക്കാർ ജനറലായിട്ട് പറയുന്ന സാക്ഷ്യങ്ങളാണ്. അതിന് മുകളിൽ ഒത്തിരിയേറെ ദൈവാനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ മകളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അവളുടെ മകൾക്ക് IELTS കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, പരീക്ഷക്കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, ഓഫർ ലെറ്റർ വന്ന കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂവിൻ്റെ കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, ജോലിയുടെ അസൈൻമെൻറ്റ് കാലത്ത് പ്രശ്നമുണ്ടായിരുന്നു. ഇങ്ങനെ മൊത്തം പ്രശ്നമാണ്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഈ അമ്മയും മകളും കൂടി പ്രാർത്ഥിച്ച് തരണം ചെയ്ത് അവസാനം രാജ്യം വിട്ടു പോയി ഇറ്റലിയിലായി. ഇറ്റലിയിൽ നിന്ന് ഇവർക്ക് ഇനി ചെക്കോസ്ലോവാക്യയിലേക്ക് പോകണം. പക്ഷേ ചെക്കോസ്ലോവാക്യയിലേക്ക് ഫ്ലൈറ്റ് ഇല്ല, കോവിഡാണ്. അതാണ് പ്രശ്നം. രാവിലെ 10:30 അവർ ചെന്ന് വിമാനത്താവളത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഫ്ലൈറ്റ് ഇല്ല, ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണെന്ന് പറഞ്ഞു. ചെക്കിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽഡാണ്, ഫ്ലൈറ്റ് ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മകൾ കാറിക്കൂവി അമ്മയെ വിളിച്ചു, അമ്മയെ ഞാൻ എന്ത് ചെയ്യും, തിരിച്ചു പോകാൻ പറ്റത്തില്ല, ഞാൻ വെക്കറ്റ് ചെയ്ത് പോകുന്നതാണ്, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല, ഫ്ലൈറ്റ് വിടല്ല, ഞാൻ വിമാനത്താവളത്ത് ഒറ്റക്കാണ്, ഇവിടെ ആരുമില്ല, കോവിഡാണ്, ഇവിടെ എല്ലാം കോവിഡായത് കാരണം നമുക്കറിയാം. കോവിഡ് കാലത്ത് വെച്ചാൽ മരുഭൂമി പോലെ വിമാനത്താവളം കിടക്കണം, ഒരു മനുഷ്യനുണ്ടാകത്തില്ല, ആരോട് സംസാരിക്കത്തോലുമില്ല, പേടിയാണ്. അപ്പം അതുകൊണ്ട് സംസാരമില്ല, വളരെ ഏസോർണോ സംസാരമേ ഉള്ളൂ. അവർ പറഞ്ഞ് ഫ്ലൈറ്റ് ക്യാൻസൽഡാണെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഇവർ ഇറ്റലിയിൽ നിന്നുകൊണ്ട് ഈ മകൾ അമ്മയോട് ഇങ്ങനെ സംസാരിക്കും, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോഴമ്മ പറയും, എടി ഫ്ലൈറ്റ് ഉണ്ട്, നിനക്ക് വേണ്ടി കർത്താവ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും, നീ വെയിറ്റ് ചെയ്യ്, 4 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറയും. അതെന്ത് ഉദ്ദേശത്തിലാണ് എടുത്ത് പറയണത്? ഫ്ലൈറ്റ് ഉണ്ട്, നിനക്ക് വേണ്ടി അമ്മ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും, അത് 4 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറയും. ഇവർ പറഞ്ഞ കറക്റ്റ് 4 മണി വരുമ്പോൾ ഒരു ഫ്ലൈറ്റ് ചാർട്ടാവും, ചെക്കിലേക്ക് ഒരു ഫ്ലൈറ്റ് ചാർട്ടാവും. ചാർട്ടായിട്ട് ഇവർ കയറിയിരിക്കും സന്തോഷത്തോടെ. ആ ഫ്ലൈറ്റിൽ എത്ര പേരുണ്ട്? 3 പേര്. ആളില്ല. ആ 3 പേരല്ല 30 പേരായാലും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യണതാണ്, കാര്യം മുതലാകത്തില്ല. ഈ ചെക്കിലേക്ക് 3 പേരെയും വെച്ചുകൊണ്ട് അതിലൊന്ന് ഇവളാണ്, ബാക്കി 2 പേര് എയർ ഹോസ്റ്റസോ വേറെ ആരാണ്ടാണ്. ഈ ഒരാളെയും വെച്ചുകൊണ്ട് ചെക്കോസ്ലോവാക്യയിലേക്ക് ഫ്ലൈറ്റ് പോകും. ആരാണ് വിടണത്? ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ പാവപ്പെട്ട അമ്മ വിടണതാണ്. ഇതാണ് ബലമെന്ന് പറയണത്. ഇതിനെ പറഞ്ഞ് വെളിപാടെന്ന് പറയും. അമ്മ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, മകളിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, നീ വെയിറ്റ് ചെയ്യുക, പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും, അത് 4 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറയും. ഇതെന്തോ ഒരു കൺട്രോളിംഗ് ആണെന്ന് ചോദിക്കുക, കൺട്രോൾ ഓഫീസാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കണതൊക്കെ ഇന്ന് സാധാരണ മനുഷ്യന് അനുഭവിക്കുകയും ഇതെങ്ങനെയാണ് വെളിപാട് അവർക്ക് കിട്ടണത്? ഇത് വെളിപാടാണല്ലോ. ഇത് 4 മണിക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ പോണതും അതൊരു നോൺസെൻസ് ഫ്ലൈറ്റാണ്. ഒരാളെയും കൊണ്ട് ചെക്കോസ്ലോവാക്യയ്ക്ക് പോകുന്ന ഫ്ലൈറ്റ് ഇവർക്ക് വേണ്ടി മാത്രം ചാർട്ട് ചെയ്യുകയാണ്. ദൈവം ഒറ്റ കൈ ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, വെളിപാട് നൽകുകയും ചെയ്യും. ഈ വെളിപാട് വരെ എത്താനുള്ള സാധ്യത ഈ ഉടമ്പടിയിലുണ്ട്. അത് അച്ഛന്മാർക്കും ബ്രദേഴ്സിനും അതുപോലെ സിസ്റ്റേഴ്സിനും ശുശ്രൂഷകർക്കല്ല. ബൈബിളിൻ്റെ പോളിസി എന്താണ്? അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും നൽകും. കൈയടിച്ച് കർത്താവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജോയേൽ പ്രവാചന പുസ്തകം 2:28 വായിച്ചോളൂ. അന്ന് ഇങ്ങനെ സംഭവിക്കും. പറഞ്ഞേ, അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഇതാണ് സാധനം. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്ന്.
നിങ്ങളിൽ പ്രായമുള്ളവർക്ക് എന്താ സംഭവിക്കണത്? സ്വപ്നം കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഹിതം, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കാണും നേരെ മുൻകൂട്ടി. നിങ്ങളുടെ വൃദ്ധന്മാരെ, അതായത് നിങ്ങളിൽ പ്രായമുള്ളവരെ എന്തു ചെയ്യും? അവർ സ്വപ്നങ്ങൾ കാണും, വരാൻ പോകുന്ന സംഭവങ്ങൾ. ദൈവം നമ്മളെ ഇസ്രയേലിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നപ്പോഴേ നമ്മൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നില്ലേ എന്ന് സങ്കീർത്തനം പറയും. ഇപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ ഒരാളിന് വേണ്ടി ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുക എന്നുള്ളത് സ്വപ്നം മാത്രമാണ്. പക്ഷെ ആ സ്വപ്നം ഉടമ്പടിയിൽ സംഭവിക്കുകയാണ്. നിങ്ങൾക്കൊരു സ്വപ്നം കണ്ടാൽ അത് അയാഥാർത്ഥ്യങ്ങളെയാണ് നമ്മൾ സ്വപ്നങ്ങളെന്ന് പറയുന്നത്. പക്ഷേ ഉടമ്പടിയിൽ അങ്ങനെയല്ല. ഉടമ്പടി യഥാർത്ഥ സംഭവങ്ങളെയും ദൈവ മനസ്സിനെയും വെളിപാടുകളെയും ആത്മനിറവിനെയും വിളിക്കുന്ന പേരാണ് ദൈവിക സ്വപ്നം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവിക മനസ്സ് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഇതുപോലെ ദൈവിക പദ്ധതികൾ, സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഉടമ്പടി സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? സ്വപ്നതുല്യമായ കാര്യങ്ങൾ. ഇപ്പം നിങ്ങളെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വപ്നം കാണും ദൈവം. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്? എന്തിൻ്റെ ബേസ് എന്താ? വെളിപാട് സ്വപ്നങ്ങൾ, സ്വപ്നം ഒരു വെളിപാടല്ലേ? അതിൻ്റെ ബേസ് എന്താ? അതിൻ്റെ ബേസ് എന്താണെന്ന് അറിയാതെ ഉടമ്പടി നിങ്ങൾക്ക് മുന്നോട്ട് പുരോഗമിക്കാൻ പറ്റത്തില്ല. സ്വപ്ന വെളിപാടുകളുടെ എന്താണ് ഉടമ്പടിയുടെ ആധാരം? അതിൻ്റെ ആധാരം യോഹന്നാൻ്റെ സുവിശേഷം 14:21. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 14:21. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും ഒന്ന് പറഞ്ഞേ. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇത് ഉടമ്പടിയുടെ ഒരു കീ വേർഡാണ്. എല്ലാത്തിനും കീ വേണ്ടേ? നമുക്ക് മുറിയിൽ കീ ഉണ്ട്. കീ കളഞ്ഞു പോയുള്ള അവസ്ഥ അറിയാമല്ല. അതുപോലെ തന്നെ എല്ലാത്തിനും കീ ഉണ്ട്. കാറിനും കീ ഉണ്ട്, ബൈബിളിനും ജീവിതത്തിനും ഒക്കെ കീ ഉണ്ട്. കീ വേഡ്, ആ കീ വേഡ് ഉടമ്പടി ഒരു കീ വേഡാണ്. 14:21 യോഹന്നാൻ്റെ സുവിശേഷം എന്താ പറയണത്? ഏറ്റു പറഞ്ഞ ഒന്ന്, എന്നെ സ്നേഹിക്കുകയും റീഡ് ഇറ്റ്. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും ചെയ്യുന്നവര്, സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവര്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, അതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി എടുക്കുന്നവരെന്നതിൻ്റെ അർത്ഥം ക്ലിയർ അല്ലേ? 14:21 അർത്ഥം എന്താണ്? എന്നെ സ്നേഹിക്കുകയും എന്ന് പറഞ്ഞേ, എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അവൻ പറയണത് പോലെ പാലിക്കുകയും ചെയ്യുന്നവരെ, ഉടമ്പടി എടുക്കുന്നവര്. അതാ വിഷയം. ഉടമ്പടി എടുക്കാതെ നമുക്ക് ആധ്യാത്മിക ജീവിതം സാധ്യമല്ല. അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരമല്ലാതെ ദൈവവചനം ജീവിക്കാതെ നമുക്ക് ആധ്യാത്മിക ജീവിതം സാധ്യമല്ല. ഇപ്പം കറക്റ്റ് വെളിപാടുകൾ, സ്വപ്ന വെളിപാടുകൾ വരെ ആരംഭിക്കുന്നതിന് അടിസ്ഥാനം എന്താണ്? ആദ്യം ബേസ്മെൻറ്റ് എന്താണ്? എന്നെ സ്നേഹിക്കുകയും. ഇപ്പം ഈ ഉടമ്പടിയിൽ എടുക്കുന്ന 50% പേര് പൊട്ടകളാണ്. എന്താ കാര്യം? അവർ ദൈവത്തെ സ്നേഹിക്കണില്ല, അവരവരുടെ ജോലി സ്നേഹിക്കുന്നു. ഇല്ലേ? ആരെങ്കിലും പോയി ലൈൻ അടിച്ച് വെച്ച് അവനെ വശത്താക്കാൻ വേണ്ടി വന്ന് ഉടമ്പടി ചെയ്യുന്ന കണ്ടാമൃഗങ്ങളുമുണ്ട്. അത് തമസ്സറല്ലേ? എന്നിട്ട് അതല്ല, എന്ത് ധൈര്യമാണ് ഇത് വന്ന് എന്നോട് പറയണത്? ഇപ്പോൾ എന്തൊരു ചങ്കത്തികളായിരിക്കുന്നതൊക്കെ. ആണുങ്ങൾ പറയത്തില്ല, പെണ്ണുങ്ങൾ പറയത്തുള്ളൂ. അവിടെ നിൽക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ ഞാനങ്ങനെ കൺട്രോളൊന്നും കളയാതെ മര്യാദക്ക് നിൽക്കുക, അല്ലെങ്കിൽ ഇതിനൊക്കെ ഓടിക്കത്തില്ലേ, തലക്കെട്ടടിച്ച് ഓടിക്കും. അപ്പം അത്രയും ബോധമില്ലാത്ത ആൾക്കാരുണ്ട്. ആ ദൈവഹിതമാണോ
നമുക്കറിയാം കണ്ണിൻ്റെ ദുരാശയാണോ ശരീരത്തിന് നമുക്കറിയാമില്ല. ഈ പ്രണയമൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയകാലങ്ങളിലെ ആധ്യാത്മിക ജീവിതത്തിന് സാധ്യമല്ലാതെ വരും. എന്താ കാരണം എന്നറിയാമോ? പ്രണയകാലം ബേസിക്കായിട്ട് അതിങ്ങനെ ഇതിൻ്റെ അകത്ത് അകപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. പ്രണയകാലം ബേസിക്കായിട്ട് എന്തിൻ്റെ കാലമാണ്? കണ്ണിൻ്റെ ദുരാശയുടെ കാലമാണ്. ശരീരത്തിൻ്റെ അഹന്ത, കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഈ 3 സാധനമാണ്. ഇതൊന്നും പിതാവിൻ്റെതല്ല, ലോകത്തിൻ്റെതാണ്. ലോകാരൂപിയിലാണ് ജീവിക്കണേ. അതുകൊണ്ട് എന്ത് പറ്റും? അത് കാരണം എന്തോ ലോകം കടന്നു പോകും. അതിൻ്റെ മോഹഭാവമാണിത് സംഭവം. കാര്യം ഇതിൻ്റെ പ്രണയത്തിൻ്റെ കൂടെ വരുന്ന കുറേ പാപങ്ങളുണ്ട്. പ്രണയത്തിൻ്റെ കൂടെ വരുന്ന കുറേ പാപങ്ങളുണ്ട്. ഒന്ന്, പ്രാർത്ഥനാ ജീവിതം പൊളിയായി. അകപ്പെടെ പ്രാർത്ഥിക്കണമെങ്കിൽ ഇവനെ അവളെ കിട്ടാനേ പ്രാർത്ഥിക്കത്തുള്ളൂ, വേറെ ഒന്നിനും പ്രാർത്ഥിക്കത്തില്ല. ദൈവഹിതത്തിന് പ്രാർത്ഥിക്കത്തില്ല. നീ പ്രണയിച്ചിരിക്കുന്നവരോടൊന്ന് പറയാമോ ദൈവഹിതം നോക്കാൻ നോക്കത്തില്ല. അതൊക്കെ ദൈവം ചെയ്തോളും. അത് ഇവരുടെ ഈ ആക്രാന്തം മുഴുവൻ ദൈവത്തിൻ്റെ പേരിൽ കെട്ടിയേൽപ്പിച്ചിട്ട് അതിനുവേണ്ടി ദൈവത്തിനെ വശത്താക്കാൻ വേണ്ടി നടക്കുകയാണ് കണ്ടാമൃഗം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം വെച്ചാൽ ചെന്ന് അകപ്പെട്ട പണി കിട്ടും. ഇതിനൊക്കെ ഒരു കാലമുണ്ടെന്നാണ് ബൈബിൾ പറയണത്. ഇതിനൊക്കെ ഒരു കാലമുണ്ട്. ഇന്നലെ ഒരു +2 കാരത്തി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവളെ അമ്മയാണ് കൊണ്ടുവന്നിരിക്കണത്. അച്ഛൻ ഇവളൊരു പ്രണയത്തിൽ പെട്ടിരിക്കുകയാണ്, ഇവളെ അച്ഛനൊന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ചിരിച്ച്. കാര്യം 17 വയസ്സുകാരികളെ ഉപദേശിച്ചാൽ മിക്കവാറും നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. കാര്യം ഇവരുടെയൊക്കെ ഈ 17 വയസ്സിൽ തന്നെ ഈ കച്ചവടം തുടങ്ങിയെടുക്കാൻ കാരണം ഇവരുടെ ബുദ്ധി, മനസ്സ്, ഓർമ്മ, ഉറക്കം എല്ലാം ഇതിൻ്റെ അകത്ത് ഈ ബാക്ടീരിയ, വൈറസ് കയറി പിടിച്ചിരിക്കുകയാണ്. നല്ല വൈറസാണ് ഈ സാധനം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും പാടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യും? ബന്ധിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവത്തിന് ഇവളോട് വല്ല താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവനോടൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ അകത്ത് കുഴപ്പങ്ങളുണ്ടെങ്കിൽ, ചിലതിന് കുഴപ്പം ഉണ്ടാകത്തില്ല, കുഴപ്പങ്ങളുണ്ട്. ചിലതിനല്ല, എല്ലാത്തിനും കുഴപ്പമുള്ളൊരു കുഴപ്പം എന്താണെന്നറിയാമോ? ഞാൻ ഇപ്പോൾ 10-21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഒരു വരുന്ന കുഴപ്പമെന്ന് പറയുന്നത് ദൈവത്തിന് 1-ാം സ്ഥാനവുമില്ല, 2-ാം സ്ഥാനവുമില്ല, 3-ാം സ്ഥാനവുമില്ല. പ്രണയവും കാമവും കയറി തലക്കടിച്ച് നടക്കുന്ന കക്ഷികൾക്ക് അവർ ദൈവത്തിന് 1-ാം സ്ഥാനമോ 2-ാം സ്ഥാനമോ 3-ാം സ്ഥാനമോ ഒന്നും കൊടുക്കത്തില്ല. മാതാപിതാക്കന്മാർക്ക് സ്ഥാനമില്ല, പിന്നെയാണ് ദൈവത്തിന്. അവരുടെ ആളിനെ മാത്രമേ സ്ഥാനമുള്ളൂ. അതുകൊണ്ട് ഇവർ അകപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പേപ്പട്ട് കടിച്ച ആൾക്കാരെ പോലുള്ള അവസ്ഥയാണ് ഇതിനത് വരുന്നത്. ഇന്ത്യൻ നോളെ ഒഴുക്കണില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ചേഷ്ടകളും കാണിക്കും. ഇതിനെതിരെ ഒന്ന് സംസാരിച്ച് നോക്കി, അവർ വയലൻ്റായിട്ട് കടിക്കാൻ വരും ഉടനെ. അപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥ കിടക്കുന്നതാണ്. ഇതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. കാര്യം വെച്ചാൽ ഇത് ഇവർക്ക് ദോഷമാണെങ്കിൽ ദൈവം അതിർത്ത് മാറ്റും. പക്ഷേ പ്രൊവൈഡഡ് ദാറ്റ് ദൈവത്തിന് അവളോട് താല്പര്യം ഉണ്ടാകണം. അതാ പ്രശ്നം. അല്ലെന്നുണ്ടെങ്കിൽ ആ സാധനം അതിനാ പോകും. നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ പിള്ളേർ ജനിക്കും. ഇപ്പോൾ അവർക്ക് പിള്ളേർ ജനിക്കുമായിരിക്കും, ഒരുമിച്ച് ജീവിക്കുമായിരിക്കും. ഒരുമിച്ച് ജീവിക്കുന്ന എന്തുമാത്രം പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാത്തിനും പിള്ളേരുണ്ടല്ല. അതൊന്നും ദൈവാനുഗ്രഹമല്ല. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആത്മാവിനെ നഷ്ടപ്പെടുത്തുമോ എന്നാണ് പ്രശ്നം. നിങ്ങൾക്ക് പിള്ളേരുണ്ടാകുമോ, ജോലി കിട്ടുമോ, ജോലി കിട്ടത്തില്ല, അതൊന്നുമല്ല. ഇതൊന്നും ദൈവം മൈൻഡ് ചെയ്യാത്ത വിഷയമാണ്. അതൊക്കെ എല്ലാവരും കിട്ടും. ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിലും അതൊക്കെ കിട്ടും. അതിൻ്റെ ക്ഷേമത്വം, അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ക്ഷേമത്വമാണ്. ദൈവം എന്നെ ശപിച്ചില്ലല്ലോ, എനിക്ക് പിള്ളേരുണ്ടായല്ലോ, ദൈവം എന്നെ ശപിച്ചില്ലല്ലോ, എൻ്റെ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, അറേഞ്ച് മാരേജ് ഭർത്താവ് വണ്ടിയിടിച്ച് മരിച്ചല്ലോ, എൻ്റെ ഭർത്താവിന് വണ്ടിയിടിച്ച് മരിച്ചില്ലല്ലോ, എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇതൊന്നും നിങ്ങൾ പറയുന്ന ന്യായമല്ല. എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കിട്ടുന്നതാണ്. പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിനെ ലോകം എന്നാണ് വിളിക്കണത്. ഈ ലോകം മുഴുവൻ നേടിയാലും അതാ പ്രശ്നം. കർത്താവ് എന്താ പറഞ്ഞത്? ലോകം നേടത്തില്ലെന്നും കർത്താവ് പറഞ്ഞില്ല. ഒരുത്തൻ രാവിലെ വെള്ളത്തിൽ ഒരുത്തിയെ പ്രേമിക്കും, ഉച്ചയ്ക്ക് വേറെ ഒരുത്തിനെ പ്രേമിക്കും, വൈകുന്നേരത്തിന് വേറെ ഒരുത്തിനെ പ്രേമിക്കും. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഈ കലാപരിപാടിയായിട്ട് 3-4 കല്യാണം കഴിച്ച ആൾക്കാരെ എനിക്കറിയാം. 3-4 കല്യാണം കഴിച്ച ആൾക്കാർക്ക് അവരുടെ കല്യാണം ഒരു ബിസിനസ് പോലെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ഒന്നും നമുക്ക് അവരെ തിരുത്താനൊന്നും പറ്റത്തില്ല. അതിൻ്റെ അകത്ത് പെട്ടിരിക്കുകയാണ് സംഭവം. 4th സ്റ്റേജ് 5th സ്റ്റേജൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പറയണമെന്ന് നടക്കുന്നുണ്ട്. അവർ ജീവിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്, പരീക്ഷ കിട്ടുന്നുണ്ട്, വസ്തു വിൽക്കണില്ലേ, വീട് വെക്കണില്ലേ, എല്ലാ പരിപാടിയും ചെയ്യും. ലോകം മുഴുവൻ നേടുകയെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്?
ഈ പറഞ്ഞ ലോകം മുഴുവൻ നേടിയാലും ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 16:26. മത്തായി 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും പറഞ്ഞ കേക്കട്ടെ പറഞ്ഞേ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അപ്പൊ ദൈവം എന്താ നോക്കണത്? ഈ ഉടമ്പടി എടുക്കുമ്പോ ആത്മാവ് ഓക്കെ ആണെന്ന് നോക്കത്തുള്ളു. അല്ല നിനക്ക് സൗന്ദര്യമുണ്ടാ, ആരോഗ്യമുണ്ടാ, നിനക്ക് ദീർഘായുസുണ്ട്, ഇതൊന്നും ദൈവത്തിൻ്റെ സബ്ജക്റ്റ് പോലും അല്ല. എന്താ കാര്യം? ഇതൊക്കെ ഇപ്പോൾ മണ്ണോട് മണ്ണ് തീരാൻ പോണ കാര്യങ്ങളാണ്. ഒരു കുറച്ച് ദിവസത്തിൻ്റെ വർഷത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എല്ലാം മണ്ണോട് മണ്ണ് തീർന്ന് അങ്ങോട്ട് തീരാൻ പോണ കാര്യങ്ങളാണ്. ഇതൊന്നും ഇതിനെക്കുറിച്ചൊന്നും ദൈവം ബോധറല്ല. പക്ഷേ എന്താ പ്രശ്നം? നിങ്ങൾക്ക് ആത്മാവ് നഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന് മാത്രമേ ദൈവം നോക്കത്തുള്ളൂ. നിങ്ങൾ ആത്മാവിനെക്കുറിച്ച് കൃത്യതയെക്കുറിച്ച് ബോധമില്ല എന്നുണ്ടെങ്കിൽ മൊത്തം പോയിരിക്കുകയാണ് ബോധം. ആത്മാവിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോധം മൊത്തം പോയിരിക്കുകയാണ്. കാര്യം ബോധം ഉണ്ടായിട്ട് കാര്യമില്ല. പോകാനുള്ളത് നേരത്തെ പോയിരിക്കുന്നു. പിന്നെ കുറച്ച് നാൾ ഇനി ജീവിക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ ചത്തും പോകും. ദൈവത്തിൻ്റെ അടുത്ത് എത്തത്തുമില്ല. ഇതാണ് എൻ്റെ വിഷയം. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ബുദ്ധിപൂർവമായ ഒരു നിലപാടെടുക്കേണ്ടി വരും. കർത്താവിനോട് അങ്ങോട്ട് ചെന്ന് പറയണം. എന്താണ്? ദൈവമേ, എൻ്റെ കണ്ണ് അകപ്പെട്ടിരിക്കുകയാണ്. ഏത് സമയത്താണ് ഈ മനുഷ്യനെ കണ്ടെന്നറിയത്തില്ല. പക്ഷേ ഇത് നിൻ്റെ ഹിതമാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം സ്റ്റോപ്പ് പേയ്മെൻറ്റ് ചെയ്യുന്നു. എന്താണ്? ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, പ്രണയിക്കാൻ ഒരു കാലം എന്ന് പറഞ്ഞിട്ടുണ്ട്.